ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേസിക് മൈക്രോബയോളജിയെക്കുറിച്ച് നോക്കാം. JHയുടെ സിലബസിലും അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ സിലബസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിൻറ്റ്സ് ആയിട്ടുള്ള കുറച്ച് എക്സാം പോയിൻറ്റ്സ് മൈക്രോബയോളജി എന്ന് ചോദിക്കാം. സ്റ്റാഫ് നേഴ്സിന് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ JHയ്ക്ക് ഒരു 5 മുതൽ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും സാധാരണ ചോദിക്കാറുണ്ട്. JHയ്ക്ക് ചിലപ്പം 10 മാർക്കിനുള്ളതും ചോദിച്ചേക്കാം മൈക്രോബയോളജിയുടെ. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിൻറ്റ്സ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷനെ കുറിച്ച് നമുക്ക് പറയാം. സോ സ്റ്റെറിലൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ, സ്പോർസ്, വൈറസസ് ആൻഡ് ഫംഗി. സോ സ്റ്റെറിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ, സ്പോർസ്, ഫംഗി. അപ്പോൾ എല്ലാ ഓർഗാനിസത്തെയും കൊല്ലുന്നതാണ് സ്റ്റെറിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ഫിസിക്കൽ ഏജൻറ്റ്സ് ആൻഡ് കെമിക്കൽ ഏജൻറ്റ്സ് സ്റ്റെറിലൈസേഷൻ. ഫിസിക്കൽ ഏജൻസിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആൻഡ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും വരുന്നുണ്ട് സ്റ്റെറിലൈസേഷനിൽ. അപ്പോൾ ഡ്രൈ ഹീറ്റിൽ വരുന്ന ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. അപ്പോൾ ഏതൊക്കെയാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് ചിലപ്പം എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ദെൻ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ. മിൽക്ക് പാസ്ചറൈസേഷനാണ്, അതൊക്കെ വരുന്നതാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ആൻഡ് ബോയിലിംഗ്, പാസ്ചറൈസേഷൻ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. സോ കെമിക്കൽ ഏജൻസിൽ ഏതൊക്കെയാണ്? കെമിക്കൽ ഏജൻസ് ഉണ്ട്, ഫിസിക്കൽ ഏജൻസ് ഉണ്ട്. ഫിസിക്കൽ ഏജൻസിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആൻഡ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഫിസിക്കൽ ഏജൻറ്റും ഉണ്ട്. ഇനി കെമിക്കൽ ഏജൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഐസോപ്രൊപ്പൈൽ, ഫോർമാൽഡിഹൈഡ് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് അതുപോലെ ഡൈസ്, ഇതൊക്കെ കെമിക്കൽ ഏജൻസിൽ വരുന്നതാണ്. ദെൻ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഡെഫിനിഷൻ: milk is heated at either 63 degrees Celsius for 30 minutes or 72 degrees Celsius for 20 seconds. അതായത് മിൽക്ക് ചൂടാക്കിയാണ് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്, അരമണിക്കൂറോളം 63 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാം. അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ്. 20 സെക്കൻഡ്സിലേക്ക് 72 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാം. എന്നിട്ട് റാപ്പിഡായിട്ട് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതിലും താഴെ ടെമ്പറേച്ചറിലേക്ക് തണുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷനിൽ ഇപ്പം ഒന്നുകിൽ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ചൂടാക്കാം, അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ് ചൂടാക്കാം. എന്നിട്ട് റാപ്പിഡ് കൂളിംഗ് ആണ്, 13 ഡിഗ്രി സെൽഷ്യസും അതിലും താഴെയിലേക്ക് കൂൾ ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ. Then nosocomial infection, that is hospital acquired infection or health care associated infection എന്നും പറയാറുണ്ട്. സോ നോസോകോമിയൽ ഇൻഫെക്ഷൻ സാധാരണ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടുന്ന് മറ്റുള്ള ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കാം, ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കാം. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും പറയാം. അപ്പോൾ ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷനാണ്. കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഈക്കോളൈ, കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ പ്രോട്ടിയസ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാസിലി ഇൻഫെക്ഷനും നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് UTI ആണ്. അത് കഴിഞ്ഞിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓർ പ്രോട്ടിയസ്. അപ്പോൾ ഇതും വരുന്നുണ്ട്, UTI വരുന്നുണ്ട്. ഈക്കോളൈ ഇൻഫെക്ഷൻ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓർ പ്രോട്ടിയസ്. നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് മൈക്രോബയോളജി ചെറുതായിട്ടൊന്ന് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് മൈക്രോബയോളജി ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗി. ഫൈക്കോളജി ഓർ ആൽഗോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ആൽഗ. ഫൈക്കോളജി ഓർ ആൽഗോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ആൽഗയാണ്. മൈക്രോബിയൽ എക്കോളജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈക്രോ ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് മൈക്രോബിയൽ എക്കോളജി. മൈക്രോബിയൽ എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്?
മൈക്രോ ഓർഗാനിസവും അവരുടെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള പഠനമാണ് മൈക്രോബിയൽ എക്കോളജി എന്ന് പറയുന്നത്. മൈക്രോബിയൽ എക്കോളജി എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈക്രോ ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് മൈക്രോബിയൽ എക്കോളജി. ഫൈക്കോളജി ഓർ ആൽഗോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ആൽഗെ, മൈക്കോളജി സ്റ്റഡി ഓഫ് ഫംഗി, ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഇനി റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ഐസൊലേഷൻ യൂസ്ഡ് ടു പ്രൊട്ടക്ട് പേഷ്യൻസ് ഫ്രം ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് ഓൾറെഡി പേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ, അതായത് ഓൾറെഡി എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ഇൻഫെക്റ്റഡ് ആണ് ഇവർ, എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ ലൈക്ക് ഡയബറ്റീസ് മെലിറ്റസ്, ക്രോണിക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കീമോതെറാപ്പി ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാരാകാം, ഓർഗൻ ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആകാം, ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാകാം. ഇങ്ങനെയുള്ളവരെ ഐസൊലേഷൻ ചെയ്യുകയാണ്. കാരണം ഈ നമുക്കിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ് റിവേഴ്സ് ഐസൊലേഷൻ. കോവിഡ് സ്പ്രെഡ് ചെയ്തപ്പോൾ ഓൾറെഡി അസുഖമുള്ള പ്രായമുള്ളവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ആൻറ്റിബോഡി എന്താണെന്ന് നോക്കാം. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ജനറലി പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ബാക്ടീരിയ ആകട്ടെ, വൈറസ് ആകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോറിൻ സബ്സ്റ്റൻസ് ആകട്ടെ, അവയെ ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു പ്രോട്ടീനാണ് ആൻറ്റിബോഡി എന്ന് സിമ്പിളായിട്ട് പറയാം. അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആകട്ടെ, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ മെംബ്രെയിൻ ആ ഏരിയയിൽ, അതുപോലെ നമ്മുടെ ബ്ലഡിൽ, ബ്രസ്റ്റ് മിൽക്കിൽ, ടിയേഴ്സ്, സലൈവ ഇവയിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന, ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത് ആക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൻറ്റിബോഡി. അപ്പോൾ നമുക്ക് ഹ്യൂമൻ മിൽക്കിലൂടെ, കുട്ടികൾക്ക് മിൽക്കിലൂടെയും ഒക്കെ ലഭിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ plasma cells and lymphocytes. They attach foreign substances such as bacteria and viruses, assist in destroying them. So it is a protein produced by the plasma cells and lymphocytes. നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഓർഗാനിസത്തിനൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവയെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ ദർ ആർ 5 type of antibodies, mainly IgA, IgD, IgE, IgG, IgM. അങ്ങനെ 5 ടൈപ്പ് ആൻറ്റിബോഡി ഉണ്ട്. നമ്മുടെ ടിയേഴ്സിലും ബ്രസ്റ്റ് മിൽക്കിലും സലൈവയിലും ഒക്കെ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് IgA. ഇത് സെക്കൻഡ് മോസ്റ്റ് കോമൺ ആൻറ്റിബോഡിയാണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ആൻറ്റിബോഡി എന്ന് ചോദിച്ചാൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആൻറ്റിബോഡി IgA ആണ്. IgA found in mucosal areas such as the gut, respiratory tract and urogenital tract. അപ്പം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലും യൂറോ ജെനിറ്റൽ ട്രാക്റ്റിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgA. ഇറ്റ് ഓൾസോ ഫൗണ്ട് മെയിൻലി സലൈവ, അതുപോലെ ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്കിലൊക്കെ ഏത് ആൻറ്റിബോഡിയാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ IgA ആണെന്ന് അറിയണം. ഇനി IgD ആൻറ്റിബോഡി. IgD എന്താണെന്ന് നോക്കാം. IgD ആൻറ്റിബോഡി ഗിവൺ സിഗ്നൽ ടു ബി സെൽസ്. ബി സെൽസിന് സിഗ്നൽ കൊടുക്കുന്ന IgD ആണ്. ബി സെൽസിന് സിഗ്നൽ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ബി സെൽസ് പിന്നെ അതായത് വൈറസിനെ, ബാക്ടീരിയ, ഫോറിൻ സബ്സ്റ്റൻസിനൊക്കെ എതിരെ ഡിഫെൻസ് ചെയ്യുന്ന സെൽസാണ് ബി സെൽസ്. ബി സെൽസിന് സിഗ്നൽ കൊടുക്കാൻ സഹായിക്കുന്നതാണ് IgD ആൻറ്റിബോഡി. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. IgDയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ബി സെൽസിന് സിഗ്നൽ കൊടുക്കുന്നു. ബി സെൽസ് നമ്മുടെ ഫോറിൻ സബ്സ്റ്റൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. IgE ആൻറ്റിബോഡി എന്താണെന്ന് നോക്കാം. IgE ഇനി അടുത്തത് IgE ആൻറ്റിബോഡി. IgE ആൻറ്റിബോഡി ഗിവൺ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് പാരസൈറ്റിക് വേംസ്. പാരസൈറ്റിക് വേംസിന് എതിരെ പ്രൊട്ടക്ഷൻ തരുന്നു. അതുപോലെ അലർജിക് റിയാക്ഷൻസിനെതിരെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ആൻറ്റിബോഡിയാണ് IgE. നെക്സ്റ്റ് IgG ആൻറ്റിബോഡി. IgG ഈസ് ദ മേജർ immunoglobulin in serum. 75% of serum immunoglobulin is IgG. അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിറം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതെന്ന് ചോദിച്ചാൽ IgG ആണ്. IgG is the major serum immunoglobulin. 75% of the immunoglobulin in serum, that is IgG. The only antibody capable of crossing the placenta to give passive immunity to the fetus. അപ്പം പ്ലാസൻ്റയിൽ ക്രോസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ആൻറ്റിബോഡി ഏതെന്ന് ചോദിച്ചാൽ IgG ആണ്. So it will cross the placenta and give passive immunity to the fetus. പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ
പ്ലസൻ്റ ക്ലോസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് ചോദിച്ചാൽ IgG ആണ്. ഫീറ്റസിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു. ഇനി IgM ഈസ് ദ തേർഡ് കോമൺ സിറം ഇമ്മ്യൂണോഗ്ലോബുലിൻ. ദാറ്റ് ഈസ് IgM ഈസ് ദ തേർഡ് കോമൺ സിറം ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇത്രയാണ് IgA, IgD, IgE, IgG, IgM. ഇത്ര ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച് 1-2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രീവിയസ് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം പോയിന്റ്സ് നോക്കാം. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റ്സ് കൂടെ ഇതിലുണ്ട്. ഓട്ടോക്ലേവ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന് എക്സാമ്പിളാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോക്ലേവ് അതിനുള്ളൊരു ഉദാഹരണമാണ്. അപ്പം ഓട്ടോക്ലേവ് സാധാരണ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 മിനിറ്റ്സിലാണ് അത് ചൂടാക്കുക. ഓട്ടോക്ലേവിൻ്റെ ആ ഒരു ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്ന് ചോദിച്ചാൽ 121 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോർ 15 to 20 മിനിറ്റ്സ് എന്നോട് ഓർക്കുക. പ്രഷർ 15 LBS. പ്രഷർ എത്ര, ഓട്ടോക്ലേവിൻ്റെ പ്രഷർ എത്രയെന്ന് വെച്ചാൽ 15 LBS. സാധാരണ ഹോസ്പിറ്റലിലെ ഇൻസ്ട്രുമെൻസും ബാക്കിയുള്ള നമ്മുടെ ഇപ്പോൾ സ്യൂച്ചറിങ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തഡാണ് ഓട്ടോക്ലേവ്. ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ അതിൻ്റെ പാസ്ചറൈസേഷൻ എന്താണ്? പാസ്ചറൈസേഷൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പാസ്ചറൈസേഷൻ പറഞ്ഞിരുന്നു. അതിൽ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ചൂടാക്കുന്ന ആ ഒരു മെത്തേഡിനെ ഹോൾഡർ മെത്തേഡ് എന്ന് പറയാം. ഹോൾഡർ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ചൂടാക്കുന്ന മെത്തേഡാണ് ഹോൾഡർ മെത്തേഡ്. അത് എക്സാമിന് ചോദിച്ചതാണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ മോളത്തെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്നുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹോൾഡർ മെത്തേഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഫ്ലാഷ് മെത്തേഡ് നമ്മൾ പെട്ടെന്ന് ചൂടാക്കി കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചൂടാക്കുന്ന മെത്തേഡ് ഫ്ലാഷ് മെത്തേഡ്. 72 ഡിഗ്രി സെൽഷ്യസ് 20 സെക്കൻഡ് മാത്രം ചൂടാക്കുന്ന പാസ്ചറൈസേഷൻ മെത്തേഡാണ് ഫ്ലാഷ് മെത്തേഡ് എന്താണ്, ഹോൾഡർ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഹോൾഡർ മെത്തേഡ് 63 ഡിഗ്രി സെൽഷ്യസ്, ഫ്ലാഷ് മെത്തേഡ് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ്. അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത് ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ, അതായത് ന്യൂമോസിസ്റ്റിസ് കാരിനി ന്യൂമോണിയ എന്നുള്ള സാധാരണ HIV പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് ന്യൂമോസിസ്റ്റിസ് കാരിനി ന്യൂമോണിയ. അപ്പം ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ ഒരു ഫംഗൽ രോഗമാണ്. അപ്പോൾ ഈ ഒരു ഫംഗസിൻ്റെ പേരെന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജിറോവെസി JIROVECII ജിറോവെസി ന്യൂമോണിയ എന്നുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ HIV ഉള്ളവർക്ക് എന്താ പ്രത്യേകത എന്താണ്, അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ ലോ ആയിരിക്കും. അപ്പോൾ അതുപോലെ ലുക്കീമിയ, അതുപോലെ കീമോതെറാപ്പി ഡ്രഗ്സ് എടുക്കുന്ന പേഷ്യൻസ് അവരുടെയൊക്കെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ സ്റ്റെറോയിഡ്സ് എടുക്കുന്ന പേഷ്യൻസിൻ്റെയൊക്കെ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ എന്നുള്ള അസുഖം. HIV പേഷ്യൻസിന് മാത്രമല്ല, സ്പെഷ്യലി ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. HIV പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ഇതാണ്, ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയാണ്. സാധാരണ ഈ ഒരു പേഷ്യൻറ്റിന് നോൺ പ്രൊഡക്റ്റീവ് കഫ് ആയിരിക്കും. നോൺ പ്രൊഡക്റ്റീവ് കഫ് ഏതിലുണ്ടാകുമെന്ന് വെച്ചാൽ ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയാണ്. അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ഫീവർ ഉണ്ടാവും. ഇതൊക്കെ ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയയിൽ കാണുന്നതാണെന്നുള്ള മനസ്സിലാക്കുക. അടുത്ത് അയോട്രാജനിക് ഇൻഫെക്ഷൻ എന്താണ്? അതൊക്കെ എക്സാമിന് ചോദിച്ച പോയിന്റ്സുകൾ ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. അയോട്രാജനിക് ഇൻഫെക്ഷൻ എന്താണ്? അതർ നെയിം ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ. അയോട്രോജനിക് ഇൻഫെക്ഷൻ്റെ മറ്റൊരു പേരെന്താണ്? ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ. അങ്ങനെ പറയാൻ കാരണം എന്ത്? അയോട്രോജനിക് ഇൻഫെക്ഷൻ കോമൺലി അഫക്റ്റഡ് ദ പേഷ്യൻസ് ആഫ്റ്റർ മെഡിക്കൽ ഓർ സർജിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സർജിക്കൽ മാനേജ്മെൻറ്റ്, എസ്പെഷ്യലി ഹോസ്പിറ്റലായിരിക്കാം, ഇനി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കൂടി അങ്ങനെ പിടിപെടുന്ന അസുഖമാണ്. അത് മാനേജ്മെൻറ്റ് ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് എന്ന് പറയാൻ കാരണം ഒരു പക്ഷേ ആ സർജിക്കൽ മാനേജ്മെൻറ്റിലുള്ള ഒരു പ്രൊസീജിയറിൻ്റെ പാളിച്ച കൊണ്ടും, അതുപോലെ ഫിസിഷ്യൻ സ്റ്റാഫിനെ, നേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളായിക്കോട്ടെ, അവരിൽ നിന്നും ഇൻഫെക്ഷൻ പകരുന്നതിനെ നമുക്ക് അയോട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് പറയാം. സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു, പേഷ്യന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു, ഈക്കോളൈ ഇൻഫെക്ഷൻ വന്നു, ബ്ലാഡർ ഒക്കെ അഫക്റ്റ് ചെയ്തു, അങ്ങനെ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇനി എക്സോജനസ് ഇൻഫെക്ഷൻ എന്താണ്, എൻഡോജനസ് ഇൻഫെക്ഷൻ എന്താണ്? എക്സോജനസ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മൾ ഇൻഫെക്ഷൻ വരുത്തുന്നതാണ് എക്സോജനസ്. ആ പേരിൽ തന്നെ ഉണ്ട് എക്സോ, ഔട്ട്സൈഡ്.
എൻഡോജിനസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗാനിസം നമ്മുടെ ശരീരത്തിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി പ്രസൻ്റ് ആണ്, എൻഡോജനസ് പ്രസൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് UTI ഇൻഫെക്റ്റഡ് ആയി ബ്ലാഡറിനെ ബാധിച്ചു, സിസ്റ്റൈറ്റിസ് വന്നു, അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ എക്സോജിനസ് ആൻഡ് എൻഡോജിനസ്, അയോട്രോജനിക് എല്ലാം ഓർക്കണം. അടുത്തത് ക്രോസ് ഇൻഫെക്ഷൻ, സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം ഇൻഫെക്ഷൻ സ്പ്രെഡ് ബിറ്റ്വീൻ പേഷ്യൻസ് ടു പേഷ്യൻ, ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻ നമുക്ക് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അത് മേ ബി ഡ്രോപ്ലെറ്റ് വഴി, ഇപ്പോൾ കോവിഡ് ഡ്രോപ്ലെറ്റ് വഴി പകരുന്നത് ക്രോസ് ഇൻഫെക്ഷനാണ്. അല്ലാതെ ഫുഡ് ആൻഡ് വാട്ടർ വഴി പകരും, കോണ്ടാക്റ്റ് വഴി, ടച്ച് വഴി പകരാം. അതുപോലെ മറ്റനേകം അതായത് എന്തെങ്കിലും ആർട്ടിക്കിൾസ് വഴി പകരാം, എക്യുപ്മെൻറ്റ്സ് വഴിയൊക്കെ പകരാം, ഫൊമിറ്റ്സ് വഴി പകരാം. അപ്പോൾ അതാണ് ക്രോസ് ഇൻഫെക്ഷൻ. ഇനി സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്താണ്? സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ക്ലിനിക്കലി സിംറ്റംസ് ഒന്നും ഉണ്ടാകില്ല. ഒരു പേഷ്യൻ്റ് വന്നു, അദ്ദേഹം കാരിയറാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റിക് മെലിറ്റസ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ സബ് ക്ലിനിക്കലായിട്ട് വരുന്ന കേസുകളാണ്. അതായത് ലാബ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകൾ അറിയുള്ളൂ, അസുഖം ഉണ്ടെന്ന് അറിയുള്ളൂ. ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷനോ അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് മെത്തേഡിലൂടെ മാത്രം അറിയുന്ന കേസുകളെ നമുക്ക് സബ് ക്ലിനിക്കൽ കേസ് എന്ന് പറയാം. എക്സാമ്പിൾ ഡയബറ്റിക് മെലിറ്റസ്, അത് ലാബ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ ധാരാളം രോഗങ്ങളുണ്ട്, ഇപ്പം നിങ്ങൾക്ക് അറിയാം, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സബ് ക്ലിനിക്കൽ കേസ് അതാണ്. അപ്പോൾ ഇതൊക്കെ എക്സാം പോയിന്റ്സ് ആണ്, അതാണ് ഇങ്ങനെ ഞാൻ ബോർഡിൽ എഴുതി നിങ്ങളെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മൈക്രോബയോളജിയുടെ ബേസിക് പോയിന്റ്സ്, ഇന്ന് പറഞ്ഞ പോയിന്റ്സുകളെല്ലാം JHIക്കും സ്റ്റാഫ് നേഴ്സിനും ഒരുപോലെ യൂസ്ഫുള്ളാണ്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടുതൽ എത്തുകയുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക്, ഇപ്പം ഞാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക്, അത് കൂടുതൽ ആൾക്കാരിൽ എത്തിയാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും പ്രയോജനമുള്ളൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.